ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ, ഇവിടെ മഴയും ഒക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാമേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ. അങ്ങനെ ആങ്ങളമാര് വൈജയനെ അവിടെ കൊണ്ടാക്കി. നമ്മുടെ ബാലചന്ദ്രൻ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ. ബാലചന്ദ്രൻ കിട്ടിയ അവസരം പാഴാക്കുന്നില്ല. എല്ലാം കൂടെ തൂക്കി വലിച്ചെറിഞ്ഞ് ജീവിതത്തിൽ നിന്ന് പോകാനിരുന്നതായിരുന്നു ഞാന്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതം ഈ രീതിയിൽ പടുത്തുയർത്തിക്കൊണ്ടിട്ടിട്ട് അതൊരു ഒറ്റയടിക്ക് തൂത്തെറിഞ്ഞ് പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. ആത്മഹത്യയുടെ വക്കിൽ വരെ ഈ ബാലചന്ദ്രൻ ആ ഒരു നിമിഷം ചെന്ന് നിന്നതാ, ആ പോയിന്റിൽ ചെന്ന് നിന്നതാ. പക്ഷെ പലതും ബാലചന്ദ്രനെ പഠിപ്പിച്ചു, ഓർമ്മിപ്പിച്ചു. ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ആരായിരുന്നു, എന്തായിരുന്നു അതിവ്യക്തമായിട്ട് അറിയായല്ലോ കൈതക്കലെ ആങ്ങളമാർക്ക്. നന്നായിട്ട് അറിയാലോ. അവിടത്തെ വേലക്കാരന്റെ മകൻ. അവിടെ നിന്ന് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ കഷ്ടപ്പാടിന്റെ, എന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ഒരിടത്തും ഇനി ഈ ബാലചന്ദ്രൻ തോക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഈ ബാലചന്ദ്രൻ തോറ്റ് തരത്തുമില്ല. പെങ്ങളെയും കൊണ്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ, എനിക്ക് പ്രശ്നമില്ല. ഇനിയിപ്പോ അവൾ ഇവിടെ നിന്നാലും തന്നെ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിലൊരു ബന്ധം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി കാണത്തില്ല. അത് ആരൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അതിനി മനസ്സില്ല ബാലചന്ദ്രൻ ഇപ്പം വൈജയുടെ മുഖത്ത് നോക്കുമ്പോൾ അറപ്പും വെറുപ്പും വിദ്വേഷവും ഒക്കെയാണ്. എനിക്ക് വെറും പുച്ഛമൊക്കെയാണ് അവളോട് എനിക്ക് തോന്നുന്നത്. അവളെ ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ച് ഞാൻ അവളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മുൻകൈ എടുത്ത് നിന്ന് അവൾ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു വാലാട്ടി പട്ടിയെ പോലെ നിന്ന് കേട്ടൊരു ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു. ഇനി അതിന് പറ്റത്തില്ല. ബാലചന്ദ്രൻ രണ്ടും കൽപ്പിച്ച് തന്നെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അവളിവിടെ നിൽക്കുവോ, അവളിവിടുന്ന് പോകുവോ, എന്ത് ചെയ്താലും അതെനിക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, ബാല ഞാൻ പറയുന്നൊന്ന് കേക്ക്, മനസ്സിലാക്ക്. എന്ത് മനസ്സിലാക്കാനാ, എന്ത് കേൾക്കാനാ? എന്റെ മര്യാദയ്ക്ക് ഞാൻ ഇത്രവെങ്കിലും നിങ്ങളോട് പറയുന്നു, ഞാൻ ഇത്രവെങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. വേറെ വല്ല ആണുങ്ങളും ആയിരുന്നെങ്കിലുണ്ടല്ലോ, നിങ്ങളെ ഉണ്ടല്ലോ കൊന്നു കുഴിച്ചു മൂടിയനെ. അതുപോലത്തെ ചതിയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്. പെങ്ങളെ എന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. പെങ്ങളെ മാത്രമല്ലല്ലോ, പെങ്ങളുടെ ഒരു കുഞ്ഞിനെയും കൂടെ സമ്മാനമായിട്ട് ബോണസ് ആയിട്ട് കിട്ടിയിട്ടാണല്ലോ കൈതക്കൽ മാളികൽ വീട്ടിൽ തറവാട്ടിലെ മകളെ എനിക്ക് കെട്ടിച്ചു തന്നത്. ബോണസ് ആയിട്ട് ഒരു മോളും കൂടി. ഇറങ്ങിപ്പോക്കോ, ഒറ്റോർണം എന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. ന്യായം വിളമ്പിക്കൊണ്ട്. പിന്നെ അലീനയെ ഞാൻ ഇവിടെ നിർത്തുന്നുണ്ടെങ്കിൽ അവളെ എനിക്ക് ഇഷ്ടമായിട്ട് തന്നെയാ. എനിക്ക് എന്റെ മകളായിട്ട് തന്നെ ഞാൻ അവളെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ. അല്ലാതെ ആർക്കും ചൂത് കളിക്കാനോ, അല്ലാതെ ആർക്കു വേണ്ടിയും വാശി പിടിച്ച് ആർക്കു വേണ്ടിയും ആരെയൊക്കെ തോൽപ്പിക്കാനോ ഒന്നുമല്ല. അവൾ എന്റെ മകളാണ്. അവൾ എന്റെ മകളായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അവൾ എന്നെ അച്ചാന്ന് വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഈ വൈജയ്ക്ക് കൊടുത്ത സ്നേഹവും വൈജയ്ക്ക് കൊടുത്ത കരുതലും ആ അലീനയ്ക്ക് ഞാൻ മുമ്പേ കൊടുത്തിരുന്നെങ്കിലേ അവള് ഇപ്പൊ എന്റെ മുമ്പില് തല കുനിച്ച് ഞാൻ പറയുന്നത് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിന്നേനെ. പക്ഷേ നിങ്ങളുടെ പെങ്ങൾക്ക് അതിനൊന്നും പറ്റത്തില്ല. നിങ്ങളുടെ പെങ്ങള് വലിയ ആളാണല്ലോ. അവക്ക് ജോലി ഉണ്ടല്ലോ, അവക്ക് ശമ്പളം ഉണ്ടല്ലോ, 5 അക്ക ശമ്പളം. അവള് വലിയ കേമിയാണല്ലോ, അഹങ്കാരിയാണല്ലോ. നടക്കട്ടെ, അഹങ്കാരം തലയ്ക്ക് പിടിച്ച് തളം വെക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഞാനെല്ലാം എടുത്തിട്ടോളാം. എന്റെ പൊന്നു ബാല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കെപ്പോഴും എന്റെ പെങ്ങളുടെ പുറകെ നടക്കാൻ പറ്റില്ല. ഞങ്ങൾ ആങ്ങളമാർക്ക് എപ്പോഴും അതിനുള്ള സമയമില്ല. ഞങ്ങൾക്ക് കുടുംബമുണ്ട്, ഞങ്ങൾക്കും ജീവിക്കണം. ചേടാ, നിങ്ങളോട് ആര് പറഞ്ഞു പെങ്ങളുടെ പുറകെ നടക്കാനും പെങ്ങൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട്? അവള് വലിയ ആളല്ലേ, അവള് വലിയ താക്കോലൊക്കെ മേടിച്ച് വേറെ വീടൊക്കെ മേടിക്കാൻ പോയവളല്ലേ. എന്തിനാ വെറുതെ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അതിന്റെ കാര്യം നിങ്ങൾക്കുണ്ടായിരുന്നോ? അത് പിന്നെ ഒരു കുടുംബം തകർത്ത് കളയാൻ എളുപ്പമാ ബാല. പക്ഷെ അത് പടുത്തുയർത്തിക്കൊണ്ട് വരണമെങ്കിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. ഒരുപാട് റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടല്ലേ ഇങ്ങോട്ട് വൈജയനെ കൊണ്ട് നിങ്ങൾ വന്നത്? പൊന്നാര പെങ്ങളുടെ കുടുംബ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി, നാണം കെടാതിരിക്കാൻ വേണ്ടി, സമൂഹത്തിന് മുമ്പിൽ നിങ്ങളുടെ തറവാടിന്റെ വില പോകാതിരിക്കാൻ വേണ്ടി. അല്ലാതെ ബാലചന്ദ്രനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ വൈജയനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കറണ്ടിന്റെ നല്ല പ്രശ്നമുണ്ട്, ഇടയ്ക്കൊന്ന് കറണ്ട് പോയോണ്ടാണ് കേട്ടോ. അപ്പൊ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് തന്നെ തുടരുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ശിവനെയും ഗംഗാധരനെയും വളരെയധികം എന്താ പറയുക, അവിടുന്ന് അത്രയധികം മ്ലേച്ഛകരമായി അപമാനിച്ചുകൊണ്ടാണ് നമ്മുടെ
ബാലചന്ദ്രൻ അവിടെ നിന്ന് അവരെ പറഞ്ഞു വിടുന്നത്. ഏതായാലും അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക് വരുന്നത്. ഏതായാലും നമ്മുടെ വൈജിയോട് പറയുന്നുണ്ട്, ഞാൻ ഏതായാലും നിന്നെ ഇവിടെ കൊണ്ടാക്കി, അതൊക്കെ ഞങ്ങൾ കൊണ്ടാക്കി, അതൊക്കെ ശരിയാണ്. ഇനി ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്നൊക്കെ നിനക്ക് തീരുമാനിക്കാം, ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, നീ തന്നെയാണ് തീരുമാനിക്കേണ്ടത് നിൽക്കണോ പോണോ എന്നൊക്കെ. അത് നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ, ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ, ഓ നിങ്ങൾ ചെയ്തു വെച്ച ഭയങ്കര സംഭവമാണല്ലോ, ആരോടെങ്കിലും ഞാൻ പറഞ്ഞോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവിടാനായിട്ട്? ആരോടും ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ അത് കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കൊന്നും വേണ്ട, നിങ്ങൾ പോകുവാണെ പൊക്കോ, എന്റെ ജീവിതം എന്തായും എവിടെയായി തീരും എന്നൊക്കെ നിങ്ങൾ ആരും തിരക്കേണ്ട ഒരാവശ്യം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വൈജ. എന്നിട്ടും അഹങ്കാരത്തിന് ഒരു തെല്ലും കുറവുമില്ല കേട്ടോ. എന്നാലും ഈ സമയത്ത് നമ്മുടെ ഗംഗാധരനും ശിവനും പോകുന്നില്ലെന്ന് തോന്നുന്നു. പോകുന്നതിന് മുമ്പായിട്ട് തന്നെയാണ് അലീനയെ കടിച്ചു കീറാനും തിന്നാനുമായിട്ട് നമ്മുടെ വൈജ തുടങ്ങുന്നത്. അപ്പൊ ഇതിനകം നമ്മുടെ വൈജയ്ക്ക് ചായ വല്ലതും എടുക്കട്ടെ, ജ്യൂസ് വല്ലതും കുടിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഓ പിന്നെ ഞാൻ താമസിച്ച എന്റെ വീട്ടില് ഞാനിപ്പോ അതിഥിയാണല്ലേടി, ഇതല്ലായിരുന്നു നിനക്ക് വേണ്ടത്, ഇത് തന്നെ അല്ലായിരുന്നോടി നിനക്ക് വേണ്ടത്, അധിക പ്രസംഗി, അധികപ്പറ്റാടി നീ ഈ വീട്ടില്, അധികപ്പറ്റ്. നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ വീട്ടിന് ഇങ്ങനെ ഒരു നാശം ഉണ്ടാവില്ലായിരുന്നു, അവർക്ക് അവരുടെ അച്ഛനെയും അമ്മയും നഷ്ടാവില്ലായിരുന്നു. നീ ഒറ്റ ഒരുത്തി കാരണമല്ലേടി ഇപ്പം എല്ലാവർക്കും എല്ലാം നഷ്ടമായിട്ടിരിക്കുന്നത്. ബാലന് ഭാര്യനെയും വൈജയ്ക്ക് ഭർത്താവിനെയും ഒക്കെ നഷ്ടമായിരിക്കുന്നത് നീ ഒറ്റ ഒരുത്തി കാരണമാടി. നീ ഇവിടെ കാലെടുത്ത് കുത്തിയത് കൊണ്ടാടി ഇത്രയൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, എന്തിനാ മേഡം വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? മേഡത്തിന്റെ പല്ലിയുടെ തന്നെ കുത്തി മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മേഡം മറക്കരുതെന്ന് പറഞ്ഞപ്പോ, ഓ പിന്നെ നീ കൂടുതൽ എന്നെ ഇങ്ങോട്ട് ഭരിക്കാനും സംസാരിക്കാനും വരണ്ട, എനിക്ക് നിന്നോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. പിന്നെ ഞാനിവിടെ വരണ്ട എന്ന് വെച്ച് ഇറങ്ങി ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും ഇനി മുന്നോട്ടേക്ക് പോവുക. നീയുമായിട്ട് ഈ വീട്ടിൽ മുന്നോട്ടേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പോകുന്നതിന് മുമ്പ് നിന്നെ ഇവിടെ നിന്ന് ഞാൻ ആട്ടിപ്പായിക്കൂടി, അങ്ങനെ സുഖ സൗകര്യങ്ങളുമായിട്ട് നീ അങ്ങനെ അടക്കി ഭരിച്ചിവിടെ ബാലന്റെ മോളായിട്ട് വാഴണ്ടടി. ബാലന്റെ മോളെന്ന പേരും, എന്നിട്ട് അതിന്റെ പിറകിൽ എന്തൊക്കെ കളികളുണ്ടെന്ന് എനിക്ക് അറിയാടി എന്ന് പറഞ്ഞപ്പോ, നാണമില്ലേ മേഡത്തിന് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാനായിട്ട്? അതെ, ഞാൻ അന്തസ്സും അഭിമാനത്തോടും കൂടിയാ വളർന്നത്. ഞാനൊരു അനാഥാലയത്തിലായിരിക്കും വളർന്നത്, പക്ഷെ അവിടെ അന്തസ്സും അഭിമാനവും എന്താണെന്ന് നന്നായിട്ട് ഞങ്ങളുടെ ബ്രിജിത്താമ്മ ഞങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പല കാര്യങ്ങളും മേഡം അറിയാത്ത പല കാര്യങ്ങളും മേഡം ഇപ്പൊ ഈ ചിക്കി ചെകഞ്ഞ് കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ കുടുംബം തകർന്നു പോകാതെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. മേഡം തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്, കുടുംബം തകരുന്നത് എന്തുകൊണ്ടാണ്, കുടുംബം തകരാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്ക്, ആലോചിച്ചു നോക്ക്, ബാക്കിലേക്കൊന്ന് പോയി നോക്ക്, അപ്പൊ മേഡത്തിന് മനസ്സിലാകും. അല്ലാതെ മേഡത്തിന്റെ കുടുംബം തകർന്നത് ഒരിക്കലും ഞാൻ കാരണമല്ല എന്ന് അപ്പൊ മേഡത്തിന് വ്യക്തമാകും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത് അവിടെയും ഇവിടെയും തൊടാതെ? അപ്പം ബബിത പറഞ്ഞു, അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെയാണല്ലോ അമ്മേ, അവിടെയും ഇവിടെയും തൊടാതെ ഇവള് സംസാരിക്കത്തുള്ളൂ, ഇവളുടെ വിചാരം ഇവൾ ആ രോഹിത്തിനെ പുറത്തിറക്കിക്കൊണ്ട് വന്നതെന്നും പറഞ്ഞു ഇവള് കുറെ ഇവിടെ ആടി തിമിർത്ത് നടക്കായിരുന്നു. അവൻ തെറ്റുകാരനല്ലാത്തോണ്ടാ ഇറങ്ങിയെന്ന് എല്ലാവർക്കും അറിയാം, എന്നിട്ട് ഇവളുടെ വിചാരം ഇവളുടെ ഔദാര്യം കണ്ടാന്നാ. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിതയോട് വൈജ പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക, ഇവളോടൊക്കെ എന്തിനാ സംസാരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മാറിപ്പോവാണ് കേട്ടോ. നമ്മുടെ വൈജ അവിടെ നിന്ന് മാറിപ്പോവാണ്. എന്ത് ചെയ്യാൻ, അലീന എന്ത് പറയാനാണ്? അലീനയ്ക്ക് പിന്നെ വേറെ ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ. ഇപ്പൊ ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നമ്മുടെ അലീനയ്ക്ക് അറിയാം. അലീന പറഞ്ഞു, ഞാന് ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളയുക എന്നുള്ളതല്ലാതെ ഇതൊന്നും ഞാൻ എന്റെ മനസ്സിൽ കയറ്റി വെക്കണില്ല മേഡം, അതിന്റെ ആവശ്യം എനിക്കില്ല. എന്തിനാ ഞാൻ വെറുതെ അങ്ങനെ മനസ്സിൽ കയറ്റി വെക്കണം, അതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല മേഡം. പിന്നെ മേഡം പറയേണ്ടതൊക്കെ മേഡം പറഞ്ഞോ, പക്ഷെ ഒരു ദിവസം മേഡം ഇതിനൊക്കെ എന്നോട് തിരിച്ചു മറുപടി പറയേണ്ടി വരും. ചിലപ്പം മേഡത്തിന് എന്റെ കാലിൽ വരെ വീഴേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, നിന്റെ കാലിൽ ഞാൻ വീഴാനോ? തെരുവ് നടക്കുന്ന തെരുവ് നായകളുടെ കാലിൽ പോയി വീണാലോണ്ടറി അതിനൊരു അന്തസ്. പിഴച്ചു പറ്റ നിന്റെ കാലിൽ വീഴാനേ എന്റെ പട്ടി വരും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ തള്ളയെ പോലെ പിഴയടി നീയും. അതുകൊണ്ട് ഈ വീട്ടില് അച്ഛന്റെ സ്ഥാനം ആന്ന് പറഞ്ഞിപ്പോ ഒരാളെ നീ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, അയാളുടെ അധികാരവും അവകാശവും വേണമെങ്കിൽ നീ അങ്ങ് എടുക്ക്. അതിന് നീ ഇങ്ങനെ വളഞ്ഞു കുത്തി മൂക്കി പിടിച്ച് ഓരോന്ന് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ എനിക്ക് ആ പാരമ്പര്യം ഇല്ല മേഡം, ഒരിക്കലും എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ എന്റെ അമ്മ പിഴച്ചതാ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ചിലപ്പോ എന്റെ അമ്മ പിഴച്ചതായിരിക്കും.
ചിലപ്പോഴെന്നല്ല, എൻ്റെ അമ്മ പിഴച്ച് തന്നെയാ പ്രസവിച്ചത്. ആ പിഴച്ച സ്ത്രീക്കുണ്ടായ മോളാ ഞാന്. പക്ഷേ ആ ഞാനേ പിഴയ്ക്കത്തില്ല. കാരണം എന്നെ വളർത്തിയത് എൻ്റെ ബ്രിജിത്താമ്മയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ പിഴയ്ക്കത്തില്ല. ഞാൻ ആ സ്ത്രീയെ വളർത്തിയിരുന്നെങ്കിൽ ചിലപ്പോ ഉണ്ടല്ലോ, ചിലവരെ പോലെ വഴിതെറ്റി പോയേനെ എന്ന് ബബിതേനെ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബബിതയ്ക്കും അങ്ങ് കൊണ്ടു. ഇപ്പം ബബിത അവിടുന്ന് പിന്നെ പതുക്കെ അങ്ങ് വലിഞ്ഞു. മറ്റേ മറ്റേ നമ്മുടെ ആമയുടെ തല ഉള്ളിലേക്ക് വലിയുന്ന പോലെ അങ്ങ് വലിഞ്ഞു പോവാ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബബിതയുടെ ഏകദേശം കള്ളത്തരങ്ങൾ മൊത്തം അലീനയ്ക്ക് അറിയാം. ഫോണിലും കുത്തി, അവിടെയും കുത്തി, ഇവിടെയും കുത്തിയൊക്കെ ഇരുന്ന് ആ മുടിയന്റെ പുറകെയാണെന്നറിയാം. അപ്പൊ അത് എടുത്തിട്ടാ പിന്നെ അതിലും വലിയ വിഷയമാവുമല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കാം നമ്മുടെ ബബിത അവിടെ നിന്ന് മാറിപ്പോയിട്ടോ. ഈ സമയത്ത് നമ്മുടെ ഗംഗാധരനും ശിവശങ്കര മേനോനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ കുറെ ഷൗട്ടൊക്കെ ചെയ്തു അവരോട്. എന്നിട്ട് ലാസ്റ്റ്, അതായത് ഷൗട്ടൊക്കെ ചെയ്തു എങ്കിലും ലാസ്റ്റ് എന്താ പറയാ, വളരെയധികം സോഫ്റ്റ് ആയിട്ടും നമ്മുടെ ബാലചന്ദ്രൻ സംസാരിക്കുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ അലീന അവർക്ക് കോഫിയോ ജ്യൂസോ എന്തോ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അവർ കുടിക്കുന്നുമുണ്ട്. ഏതായാലും അത് വളരെയധികം നല്ല രീതിയിൽ തന്നെ മേടിച്ച് കുടിച്ച് നമ്മുടെ അലീനയോട് നല്ല രീതിയിൽ തന്നെയാണ് ഗംഗാധരനൊക്കെ പെരുമാറുന്നത്. അങ്ങനെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് സുഖമാണോ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ആ എനിക്ക് സുഖക്കുറവൊന്നുമില്ല, എനിക്കെന്താ, ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഇനിയിപ്പോ ഉള്ള കാര്യം എന്താണെന്ന് അറിയില്ല, മേഡം വന്നു കഴിയുമ്പോഴത്തേക്കും ഉള്ള കാര്യം എന്താണെന്ന് അറിയില്ല. ഇത്രയും ദിവസം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോയതെന്ന് പറയുമ്പോൾ, മോളെ അവൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മോൾ അവളോട് ക്ഷമിക്കണം, പൊറുക്കണം. അവളുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ്, അവളുടെ ആ ഒരു പൊട്ടത്തരം കൊണ്ടാണ് അവൾ ചെയ്യുന്നത്. അവൾക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ, അത് നീ വിചാരിച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും, സത്യങ്ങളൊക്കെ അറിയാവുന്നവരുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഒരിക്കലും ഞാൻ ആരുടെയും കുടുംബജീവിതം തകർക്കാനൊന്നും അല്ല ഇവിടെ വന്നത്. അത് പെട്ടുപോയി. ഞാൻ വന്നിട്ട് ഒരിക്കലും ആരും ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അതെങ്ങനെയോ മറന്നെനിക്ക് പുറത്തു വന്നു. അതൊരിക്കലും ഞാൻ കാരണമല്ല, അതെന്റെ തെറ്റല്ല എന്ന് പറയുമ്പോഴത്തേക്കും, നീ വിഷമിക്കേണ്ട, അത് നിന്റെ തെറ്റല്ല എന്ന് നന്നായിട്ട് ഞങ്ങൾക്കറിയാം. ഏതായാലും ബാലനെയും നമ്മുടെ വൈജയനെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം, അതിന് മോളുടെ സഹായം കൂടെ ആവശ്യമാണ്. ചോദിക്കുമ്പോൾ, ഞാനെന്താ ഈ വീട്ടിൽ നിന്ന് പോകാനാണോ പറഞ്ഞു വരുന്നത്? ഞാൻ ഇവിടുന്ന് പോകണമെന്നാണോ? എനിക്ക് ഇവിടുന്ന് പോകാൻ സമ്മതമാങ്കളെ, പക്ഷേ എന്നെ ഇവിടുന്ന് വിടണ്ടേ? അച്ഛനൊരിക്കലും എന്നെ ഇവിടുന്ന് വിടാൻ തയ്യാറാവില്ല, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. അല്ലെങ്കിൽ ഞാൻ പോയേനെന്ന് പറഞ്ഞപ്പം, മോളോട് ഈ വീട്ടിൽ നിന്ന് പോകാനൊന്നും ഞാനിപ്പോ ആവശ്യപ്പെടുന്നില്ല. കാരണം മോൾ ഇവിടെ ഉള്ളത് തന്നെ ബാലനൊരു ധൈര്യ, അയാളെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പം വൈജി ഇവിടെ ഒറ്റയ്ക്ക് എല്ലാം ഓടിക്കൊണ്ട് നടക്കത്തില്ലെന്നേ. ഏതായാലും മോൾ ഇവിടെ ഉള്ളത് നല്ലതാണ്, പക്ഷെ എങ്ങനെയെങ്കിലും ബാലനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കണം. ഇനി മോളെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്. ശരിയാണ്, അലീനയെ കൊണ്ട് മാത്രമല്ല ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, അത് ശരിയാ. അപ്പം ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ വൈജ അവിടുന്ന് പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വൈജ ശിവശങ്കരമേനോനും നമ്മുടെ ഗംഗാധരന് പോകുമ്പോൾ അവിടെ നിന്ന് ചാടി എങ്ങനെയെങ്കിലും അപ്പുറത്തെ ഒരു വീട് എടുത്തിട്ടുണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകാൻ തന്നെയാണ് പ്ലാനും പദ്ധതിയൊക്കെ. അത് ബബിതയോട് പറയുന്നുണ്ട്. ഇതിനകം നമ്മുടെ രോഹിത് എന്തിയെന്ന് പറഞ്ഞ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലെ, സോറി. രോഹിത്തിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. രോഹിത്തിനെ കാണാനായിട്ട് ആദ്യം നമ്മുടെ ബബിത പറയുന്നുണ്ട്, അവനെ പോയി കാണണ്ടമ്മയെന്ന് പറയുമ്പോൾ, പിന്നെ എന്റെ മോനെ എനിക്ക് കാണണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് കാണാനായിട്ട് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വൈജയ്ക്ക് നേരിടേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയധികം വേദനയാണ്. സ്വന്തം മകനിൽ നിന്നും ഇതൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മുടെ വൈജയനെ കാണാൻ കൂട്ടാക്കുക പോലും അതുമാത്രമല്ല, വൈജയനെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് നമ്മുടെ രോഹിത്. വൈജ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ, ഒരമ്മയോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ, എനിക്ക് കാണണ്ട, നിങ്ങൾ എൻ്റെ അമ്മയല്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. പക്ഷെ അവിടെയും അലീനയോട് മാത്രമാണ് കേട്ടോ ചെറിയൊരു സോഫ്റ്റ് കോർണർ നമ്മുടെ രോഹിത്തിന് ഉള്ളത്. അതേതായാലും വൈജയ്ക്ക് ഇഷ്ടപ്പെടത്തുമില്ല. അപ്പൊ അതൊക്കെയാണ് ഇനിയിപ്പോ അടുത്ത പ്രശ്നങ്ങളൊക്കെ പറയുന്നത്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്, നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തിയാണ്. ലേറ്റ് ആയി പോയിട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പം മഴയും കാര്യങ്ങളൊക്കെ ആകാറാവുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ തന്നെ ആയിരിക്കും. പകുതി ദിവസം മിക്കവാറും കറണ്ട് ഇല്ലായിരിക്കും. നമ്മൾക്ക് പെട്ടെന്നൊരു മഴ ആയതുകൊണ്ട് ഞാൻ പവർ ബാങ്ക് ഒന്നും കുത്തിയിട്ടുമില്ല, ചാർജ് ഇല്ലായിരുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. പിന്നെ നമുക്കിവിടെ കറണ്ട് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ആവത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാതിരിക്കാം, ഇടുക്കിയിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് വൈഫൈ കണക്ഷനിലാണ് നമ്മളിപ്പോൾ നെറ്റൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോഴത്തേക്കും മഴയൊക്കെ ആയി കറണ്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈഫൈ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പോസ്റ്റ് ആകാനും പാടായിരിക്കും. ഏതായാലും നമുക്ക് നോക്കാം. ഏതായാലും കറണ്ട് പോകും വരും, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാട്ടോ, കറണ്ട് പോകും വരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഏതായാലും ഞാൻ പോവുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സമ്മാനത്തിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബേഴ്സും ആയിരിക്കണം കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ആയിരിക്കണം. ഒരാളെ സെലക്ട് ചെയ്തിട്ട് ആഴ്ചയിൽ വീക്കിലെ ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സമ്മാനം കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ടാറ്റ ബൈ ബൈ.